നമസ്കാരം. കാലങ്ങളായി അരുണാചൽ പ്രദേശ് പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണ് ചൈന. അരുണാചൽ പ്രദേശ് ചൈനയ്ക്ക് സ്വന്തമാണെന്നാണ് ചൈനയുടെ വാദം. അതിർത്തി പ്രദേശത്ത് സ്ഥിരമായി പ്രകമ്പനം സൃഷ്ടിക്കാൻ ചൈന മടിക്കാറില്ല. അതിനായി ഏതറ്റം വരെ പോകാനും ചൈന തയ്യാറാണ്. ചതിപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാനും ചൈന പരിശ്രമിക്കാറുണ്ട്. അരുണാചലിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നുഴഞ്ഞുകയറ്റം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിന് വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യ ചൈന അതിർത്തി മേഖലകളിൽ ഇതുവരെ അതിർത്തി നിർണ്ണയിക്കപ്പെടാത്ത ഇടങ്ങളുണ്ടെന്നും ഇവിടെ ചൈനീസ് സൈന്യം പെട്രോളിംഗിന്റെ ഭാഗമായി എത്താറുണ്ടെന്നും ഇതൊരിക്കലും ഇന്ത്യയുടെ ഭാഗത്തേക്ക് കടന്നു കയറിയതല്ലെന്നുമാണ് കിരൺ റിജിജു അറിയിച്ചത്. അരുണാചൽ പ്രദേശിലെ അഞ്ചാർ ജില്ലയിൽ ചൈനീസ് സൈന്യം അനധികൃതമായി പ്രവേശിച്ചുവെന്നും സൈന്യം ഇവിടെ ക്യാമ്പ് ചെയ്യുകയുമാണെന്നുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് കിരൺ റിജിജു ഈ റിപ്പോർട്ടുകൾക്ക് മേൽ വ്യക്തത വരുത്തിയത്. കിരൺ റിജിജുവിന്റെ വാക്കുകളിലേക്ക് വരികയാണെങ്കിൽ, പ്രദേശത്തെ ചില പാറകളിൽ പെയിന്റ് അടിച്ചതിന്റെയും ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതിന്റെയും ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ചൈനയ്ക്കൊരിക്കലും ഇന്ത്യയുടെ ഭൂമി പിടിച്ചെടുക്കാൻ സാധിക്കില്ല. അതിർത്തി നിർണ്ണയിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ പെട്രോളിംഗ് ഓവർലാപ്പിംഗ് നടക്കാറുണ്ട്. ഇവിടെ സ്ഥിരമായൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അനുമതി നൽകിയിട്ടില്ല. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കർശന ജാഗ്രത പുലർത്തുന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ ചൈനീസ് സൈന്യം എത്തിയെന്നതിന് കയ്യേറ്റം നടന്നു എന്നർത്ഥമില്ല. അതിർത്തി മേഖലകളിൽ ഇന്ത്യ അടിസ്ഥാന സൗകര്യങ്ങളിൽ അടക്കം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. യഥാർത്ഥ നിയന്ത്രണ രേഖ മറികടക്കാൻ ഒരിക്കലും ചൈനയെ അനുവദിക്കില്ല. അതിർത്തി നിർണ്ണയിക്കപ്പെടാത്ത ഇടങ്ങളിൽ പെയിന്റ് ഉപയോഗിച്ച് എന്തെങ്കിലും അടയാളങ്ങൾ വരച്ചാൽ അതൊരിക്കലും അവരുടെ സ്വന്തമായെന്നോ അല്ലെങ്കിൽ ആ പ്രദേശം കയ്യേറിയെന്നോ അർത്ഥമാകില്ലെന്നും കിരൺ റിജിജു ഊന്നി പറഞ്ഞു. ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ 3400 കിലോമീറ്റർ ദൂരമാണ് ഇന്ത്യ ചൈനയുമായി അതിർത്തി പങ്കിടുന്നത്. ഇതിൽ അരുണാചൽ പ്രദേശ് തങ്ങളുടെ സ്വന്തമാണെന്ന അവകാശവാദവുമായി ചൈന പലവട്ടം രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇത് അങ്ങേയറ്റം പരിഹാസ്യമായ നിലപാടാണെന്നും അരുണാചൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന നിലപാട് ഇന്ത്യയും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ അരുണാചൽ പ്രദേശിലെ 30 സ്ഥലങ്ങൾക്ക് പുതിയ പേരിട്ടിരുന്നു ചൈന. സാങ്നാൻ എന്നാണ് ചൈന അരുണാചൽ പ്രദേശിനെ വിശേഷിപ്പിക്കുന്നത്. ചൈനീസ് ആഭ്യന്തര വകുപ്പിന്റെ വെബ്സൈറ്റിലാണ് സ്ഥലങ്ങളുടെ പുതിയ പേരുകൾ ചൈന പ്രസിദ്ധീകരിച്ചിരുന്നത്. 11 റെസിഡൻഷ്യൽ ജില്ലകൾ, 12 പർവ്വതങ്ങൾ, 4 നദികൾ, ഒരു തടാകം, ഒരു പർവ്വത ചുരം, ഒരു പാഴ്സൽ ഭൂമി എന്നിവയ്ക്കാണ് ചൈന പുതിയ പേര് നേരത്തെ നൽകിയത്. ഇതിനു മുമ്പും ചൈന ഇത് ആവർത്തിച്ചിരുന്നു. 15 സ്ഥലങ്ങൾക്ക് പുതിയ പേര് നൽകി 2021-ലും 11 സ്ഥലങ്ങൾക്ക് പേര് നൽകി 2023-ലും പട്ടിക പുറത്തിറക്കിയിരുന്നു. അതേസമയം ഇന്ത്യയിലെ സ്ഥലങ്ങൾക്ക് ചൈന പുതിയ പേരുകൾ നൽകുന്നതിനെതിരെ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അരുണാചൽ പ്രദേശ് അന്നും ഇന്നും എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പുതിയ പേരുകൾ നൽകുന്നതിലൂടെ യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കാനാകില്ലെന്നും മന്ത്രാലയം പ്രതികരിച്ചിരുന്നു. മാർച്ച് ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം വഷളായി തുടരുന്ന പശ്ചാത്തലത്തിലായിരുന്നു സന്ദർശനം. അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലെ സേല തുരങ്കം മോദി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇതിൽ വലിയ അതൃപ്തിയാണ് ചൈന നേരത്തെ പ്രകടിപ്പിച്ചത്. ഇതിന്റെ തുടർച്ചയായാണ് അരുണാചലിലെ സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ നൽകി ചൈന പട്ടിക നേരത്തെ പുറത്തിറക്കിയത്. ഇന്ത്യയുടെ ഒരു തരി മണ്ണ് പോലും ചൈനയ്ക്കോ പാകിസ്ഥാനോ ഇന്ത്യ വിട്ടുകൊടുക്കുന്നതല്ല. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.